അസ്സലാമു അലൈക്കും. റമളാൻ എന്ന അനുഗ്രഹപൂർണമായ മാസത്തിനു ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് ശവ്വാൽ മാസത്തിലേക്കാണ്. റമളാൻ മാസം നമ്മെ ആത്മീയമായി ഉയർത്തി, പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചു. എന്നാൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇബാദത്ത് റമളാനിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അതിന്റെ തുടർച്ചയാണ് ശവ്വാൽ 6 നോമ്പുകൾ. റമളാൻ മാസത്തിന് ശേഷം വരുന്ന ശവ്വാൽ മാസത്തിൽ 6 ദിവസം നോമ്പ് നോൽക്കുന്നത് ഒരു പ്രധാന സുന്നത്താണ്. ഇത് വലിയ പ്രതിഫലം നൽകുന്ന ഒന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും റമളാൻ നോമ്പ് നോൽക്കുകയും അതിനുശേഷം ശവ്വാലിൽ 6 ദിവസം കൂടി നോമ്പ് നോൽക്കുകയാണെങ്കിൽ അവൻ മുഴുവൻ വർഷം നോമ്പ് നോറ്റതുപോലെ ആയിരിക്കും. ഇത് ഒരു വലിയ പ്രതിഫലമാണ്. കാരണം ഒരു നന്മയ്ക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കും. 30 ദിവസത്തെ റമളാൻ, അതായത് 300 ദിവസം. 6 ദിവസത്തെ ശവ്വാൽ നോമ്പ്, അതായത് 60 ദിവസം. ഇങ്ങനെ ആകെ 360 ദിവസം, അതായത് ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയായിരിക്കും. ഈ 6 നോമ്പുകൾ ശവ്വാൽ മാസത്തിനുള്ളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ നോൽക്കാം. തുടർച്ചയായി നോൽക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇടവിട്ട് നോൽക്കാനും കഴിയും. ഈദ് ദിനത്തിൽ നോമ്പ് നോൽക്കാൻ പാടുള്ളതല്ല. അതിനാൽ അത് കഴിഞ്ഞ് വേണം 6 നോമ്പ് തുടങ്ങാൻ. ശവ്വാലിലെ 6 നോമ്പ് നമ്മെ റമളാനിലെ നല്ല പ്രവർത്തികൾ തുടരാൻ സഹായിക്കുന്നു. രാവിലെ അത്താഴം കഴിക്കുക, മഗ്‌രിബായ നോമ്പ് തുറക്കുക, ദുആകൾ കൂടുതലായി ചൊല്ലുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, സദഖ, നിസ്കാരം, ഖുർആൻ പാരായണം എന്നിവ വർദ്ധിപ്പിക്കുക. ഇതെല്ലാം ശവ്വാൽ മാസത്തിന്റെ 6 നോമ്പിന്റെ സുന്നത്തുകളാണ്. റമളാൻ കഴിഞ്ഞാലും നമുക്ക് ഇബാദത്ത് കുറയരുത്. മറിച്ച് അതിന്റെ ഫലമായി കൂടുതൽ നന്മകൾ ചെയ്യണം. ശവ്വാൽ 6 നോമ്പുകൾ അതിനൊരു മികച്ച അവസരമാണ്. നമ്മൾ റമളാനിൽ നേടിയ ആത്മീയ ശക്തി നഷ്ടപ്പെടാതെ ശവ്വാൽ മാസത്തിൽ 6 നോമ്പുകൾ നോറ്റു അള്ളാഹുവിന്റെ അനുഗ്രഹം നേടാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും ഈ നന്മകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.